LDF-ലെ 3 നേതാക്കളുടെ രാജ്യസഭാ അംഗത്വം ജൂലൈ 1-ന് അവസാനിക്കും. തുടർന്ന് രാജ്യസഭയിലേക്ക് LDF-നുണ്ടാവുക 2 അംഗങ്ങൾ മാത്രം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി, CPM നേതാവ് എളമരം കരീം എന്നിവരുടെ രാജ്യസഭാംഗത്വം കാലാവധിയാണ് അവസാനിക്കുന്നത്. ഇതേ തുടർന്ന് പുതിയ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടി തുടങ്ങിക്കഴിഞ്ഞു. ജൂണിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിനിടെ തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. ഇടതുമുന്നണിയിലെ 3 രാജ്യസഭാംഗങ്ങളുടെ കാലാവധിയാണ് അവസാനിക്കുന്നതെങ്കിലും നിയമസഭയിലെ ഇപ്പോഴത്തെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ 2 എണ്ണം മാത്രമേ LDF-ന് ലഭിക്കുകയുള്ളൂ. ഒരു സീറ്റിൽ UDF-ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ കഴിയും. LDF-ന് ലഭിക്കാനിടയുള്ള 2 സീറ്റുകൾ CPM-നും CPI-ക്കും നൽകാനാണ് സാധ്യത. ഇതിനിടയിൽ കേരള കോൺഗ്രസ് എം ആവശ്യം ഉന്നയിച്ചു വന്നാൽ ഒഴിവാക്കാനും കഴിയില്ല. പകരം പല പേരുകളും ചർച്ചകളിൽ സജീവമാണ്. ഇടതുമുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ എത്തുന്ന രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമാകും ഇനി നിർണായകം. UDF-ന് ലഭിക്കുന്ന ഏക സീറ്റ് ഇപ്പോഴത്തെ സാമുദായിക സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രതിനിധിക്കാകും നൽകുക. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇപ്പോൾ രാജ്യസഭയിലുള്ള അംഗങ്ങൾ ഒരേ സമുദായത്തിൽ നിന്നുള്ളവരായതിനാൽ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുവാനാണ് സാധ്യത. തുടർന്ന് 2027-ൽ ഒഴിവുവരുന്ന സീറ്റുകളിൽ 1 മുസ്ലിം ലീഗിനു നൽകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99.